मेरे प्यारे बच्चों सालम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും സുഖമായിരിക്കുന്നു യെസ് സ്കൂളുകളൊക്കെ തുറന്ന് നല്ല അടിപൊളിയായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റെഡി അല്ലേ മക്കളെ യെസ് നിങ്ങളുടെ സ്കൂളിലെ പാഠഭാഗങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും ഹിന്ദിയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ബേസിക് പാർട്ടുമായിട്ടാണ് മാഷ് വന്നിട്ടുള്ളത് നിങ്ങൾ 5ലും 6ലും ഒക്കെ പഠിച്ച ഒരു സംഭവം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാഷ് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പം എല്ലാ മക്കളും കൃത്യതയോടുകൂടി ശ്രദ്ധിക്കുക നമുക്ക് നോക്കാം മക്കളെ യെസ് നോക്കൂ നിങ്ങൾ മനോഹരമായിട്ടുള്ള ഒരുപാട് നിങ്ങൾക്ക് പരിചയമുള്ള ചിത്രങ്ങൾ കാണുന്നുണ്ട് നോക്കൂ മക്കളെ എന്തെല്ലാമാണ് ആ ചിത്രങ്ങൾ കാണുന്നത് നമുക്കൊന്ന് നോക്കാം എന്തെല്ലാണ് കാണുന്നത് യെസ് ആനയെ കാണുന്നുണ്ട് അല്ലെ മനോഹരമായിട്ടുള്ള ഒരു ആനയെ കാണുന്നുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് ആരുണ്ട് യെസ് ഒരു പശു അല്ലേ പശു ഉണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ പശു ഉണ്ടോ യെസ് പശു ഉള്ള ആ മക്കളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ പാലൊക്കെ അല്ലേ നല്ല ശുദ്ധമായ പാലൊക്കെ നിങ്ങൾ രാവിലെയൊക്കെ കുടിച്ച് നല്ല എനർജറ്റിക് ആയി നിൽക്കുന്നുണ്ടാവും സെറ്റല്ലേ യെസ് അതേപോലെ മുയലുണ്ട് അതേപോലെ മനോഹരമായിട്ടുള്ള ആ ഒരു പൂച്ചയുണ്ട് അതേപോലെ മാനിനെ കാണുന്നുണ്ട് അതേപോലെ ജിറാഫ് അല്ലേ ജിറാഫിനെ കാണുന്നുണ്ട് 6 മനോഹരമായിട്ടുള്ള മൃഗങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ ബേസിക് ക്ലാസ് എന്ന് മാഷ് പറഞ്ഞപ്പോൾ എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും മാഷ് ഇത് ഞങ്ങൾ 5ൽ നിന്നും പഠിച്ചു 6ൽ നിന്നും പഠിച്ചു ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നു അപ്പോൾ ഓരോ മൃഗത്തിന് എന്താ പറയുക എന്നുള്ള പേര് പോലും എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്താലേ മക്കളെ യെസ് നിങ്ങളുടെ ആ പഴയ ഓർമ്മകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഐഡന്റിഫൈ ചെയ്യുന്നു ആദ്യം നമ്മൾ കാണുന്നത് എന്താണ് ആനയാണ് ആനക്ക് നമ്മൾ ഹിന്ദിയിൽ ഹാത്തി എന്ന് പറയും യെസ് നേരെ ഇങ്ങോട്ട് വരച്ചാലോ യെസ് ഹാത്തി അല്ലേ ഹാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയാകുന്നു കറക്റ്റായിട്ട് മനസ്സിലായോ ഹാത്തി അല്ലേ അപ്പൊ മാഷെ ഓർമ്മ വന്നു കുറെ മക്കൾ മനസ്സിലാക്കി സെറ്റാണ് മാഷെ ഓർമ്മയുണ്ട് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത മൃഗത്തിലേക്ക് നമ്മൾ പോകുന്നു എന്താണത് പശുവാണ് പശുവിനെ നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയും ഗായ് അല്ലേ ഗായ് എന്നെന്ത് ചെയ്യും പശുവിന് നമ്മൾ ഹിന്ദിയിൽ പറയും ഗായ് അല്ലേ മനോഹരമായിട്ടുള്ള ഒരു ഗായിയെ നമ്മളെന്ത് ചെയ്തോ ചിത്രത്തിൽ കാണുന്നു അല്ലെ കൗ പശു അല്ലെ മനോഹരമായിട്ടുള്ള ഒരു പശുവിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അടുത്തതായിട്ട് വെളുത്ത് നല്ല സുന്ദര കുട്ടപ്പനായി നിൽക്കുന്ന ഒരാളുണ്ടല്ലോ എന്താണത് യെസ് മുയൽ അല്ലെ മുയൽ നമ്മൾ എന്ത് പറയും ഖർഗോഷ് അല്ലെ ഖർഗോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോളൂ ഖർഗോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാബിറ്റ് ആണ് അഥവാ മുയലാകുന്നു 3 ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്തു പരിചയപ്പെട്ടു അങ്ങനെയാണെങ്കിൽ 4മതായി നമ്മൾ കാണുന്നത് എന്താണ് യെസ് പൂച്ചയാണ് പൂച്ചയ്ക്ക് എൻ്റെ എല്ലാ മക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു ബില്ലിയാണ് അല്ലെ ബില്ലി നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബില്ലി ഉണ്ടാകും നിങ്ങൾ വളർത്തുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പൂച്ച എല്ലാവരുടെയും വീട്ടിലുണ്ടാകും ഇനി വീട്ടിൽ നിങ്ങൾ വളർത്തുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഭക്ഷണ അവശിഷ്ടങ്ങൾക്കൊക്കെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കുന്ന അതിനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പൂച്ച എല്ലാവരുടെ വീട്ടിലും എങ്ങനെ ആയാലും ഉണ്ടാകും അതുകൊണ്ട് ബില്ലി എന്നുള്ളൊരു വാക്ക് എൻ്റെ മക്കൾ ആരും മറന്നു പോകാൻ ഇടയിൽ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അതേപോലെ പിന്നെ വരുന്നത് ഏതാ മക്കളെ മാനാണ് മാനിനെ നമ്മൾ എന്ത് പറയും മാനിനെ ഹിരൺ എന്ന് പറയും നമ്മൾ കഴിഞ്ഞ അധ്യയന വർഷത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ഹിരൺ എന്ന് പറഞ്ഞാൽ മാനാകുന്നു അങ്ങനെയാണെങ്കിൽ അവസാനമായി നീണ്ട കഴുത്തൊക്കെ ഉള്ള മനോഹരനായ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ ആരാണത് യെസ് ജിറാഫ് അല്ലേ വലിയ കഴുത്തൊക്കെ ഉള്ള ഒരു മൃഗത്തെ കണ്ടല്ലോ യെസ് ജിറാഫ് അങ്ങനെ 6 ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്തു ഹിന്ദിയിൽ പരിചയപ്പെട്ടു എൻ്റെ മക്കൾക്ക് ഓൾറെഡി അറിയുന്നതാണ് അതൊരിക്കൽ കൂടി റിവൈൻഡ് ചെയ്തു ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതിൽ എന്തുണ്ട് എന്തുണ്ട് ഇതിൽ മാഷ് എഴുതിയ ഒരു കോളത്തിൽ നോക്കൂ പാൽത്തു ജാൻവർ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സ്ലൈഡിലേക്ക് ശ്രദ്ധിക്കൂ ജംഗലി ജാൻവർ അല്ലെ പാൽത്തു ജാൻവറോ ജംഗലി ജാൻവർ അപ്പൊ എന്റെ മക്കൾ സാറേ ഇത് ഇവിടെ കേട്ടിട്ടുണ്ട് എന്താണത് യെസ് പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോളൂ വളർത്തുമൃഗങ്ങൾ അല്ലെ വളർത്തുമൃഗങ്ങൾ അപ്പോ ജംഗലി ജാൻവർ എന്ന് പറഞ്ഞാലോ യെസ് വന്യമൃഗങ്ങൾ വളർത്തുമൃഗങ്ങൾ അതേപോലെ വന്യമൃഗങ്ങൾ കാട്ടിലെ മൃഗങ്ങൾ എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം വന്യമൃഗങ്ങൾ അല്ലേ
വന്യമൃഗങ്ങൾ ബ്രാക്കറ്റിൽ മാഷി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാട്ടിലെ മൃഗങ്ങൾ എന്ന് ഒരിക്കൽ കൂടി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാഷ് അങ്ങനെയും കൂടി ബ്രാക്കറ്റിൽ എഴുതുന്നുണ്ട്. അപ്പൊ ജംഗലി ജാൻവർ ഓർ പാൽത്തു ജാൻവർ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ജംഗലി ജാൻവറും അതേപോലെ പാൽത്തു ജാൻവറൊക്കെ ആയിട്ട് വരുന്നത് എന്നുള്ള നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ച മൃഗങ്ങൾ ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാണ്. ജിറാഫ് പഠിച്ചു, ഗായ് പഠിച്ചു, അതേപോലെ ഹിരൺ പഠിച്ചു, അതേപോലെ ഖർഗോശ് പഠിച്ചു, അതേപോലെ ബില്ലി പഠിച്ചു, അതേപോലെ ഹാത്തി പഠിച്ചു. ഇത് നമ്മൾ ആറിന് നമ്മൾ എന്ത് ചെയ്യാണ്, പാൽത്തു ജാൻവർ ഓർ ജംഗലി ജാൻവർ ആയി തരംതിരിക്കാൻ പോവുകയാണ്. എന്റെ മക്കൾ ശ്രദ്ധിച്ചോ. അപ്പൊ നമ്മൾ ആദ്യം കാണുന്ന ചിത്രം തന്നെ നമുക്ക് എടുക്കാം. ഹാത്തി ഏതാണ്, പാൽത്തു ജാൻവർ ആണോ ജംഗലി ജാൻവർ ആണോ? എന്റെ മക്കൾ പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ മക്കളെ. യെസ് നിങ്ങളുടെ മനസ്സിലേക്ക് മാഷി ഇത് പറയുമ്പോൾ തന്നെ എന്റെ മക്കൾ കൊണ്ടുവന്നു എന്താണത് എന്നുള്ള. പാൽത്തു ജാൻവർ, ഹാത്തി. അപ്പൊ പാൽത്തു ജാൻവറിലാണോ എഴുതുന്നത്? അല്ല, ജംഗലി ജാൻവറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാത്തി എഴുതുന്നത്. അപ്പൊ ഹാത്തി എന്നുള്ളത് നമ്മൾ എവിടെ എഴുതി മക്കളെ, എവിടെ എഴുതി? യെസ്, ജംഗലി ജാൻവറിൽ എഴുതി. അപ്പൊ ഒന്ന് കിട്ടിയോ? യെസ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. നമ്മൾ വീണ്ടും സ്ലൈഡിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചിത്രം കൗ ലെ പശു, ഗായ് നമ്മൾ എവിടെ എഴുതും? പാൽത്തു ജാൻവറിൽ എഴുതുന്നു. അങ്ങനെ അതും നമ്മൾ എന്ത് ചെയ്തു, സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ലെ ഗായ് എന്നുള്ളത് കൗ ആണ് എന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതും നമ്മൾ കണ്ടെത്തി. നമ്മുടെ ചിത്രത്തിലെ മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നമ്മൾ പോകുന്നു. മുയലാണ്, ഖർഗോശ് നമ്മൾ എവിടെ എഴുതുന്നു? പാൽത്തു ജാൻവറിൽ എഴുതുന്നു. പാൽത്തു ജാൻവറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. ല്ലേ, പാൽത്തു ജാൻവറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഖർഗോശ്. ല്ലേ, റാബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാൽത്തു ജാൻവറിൽ എഴുതുന്നു. ഐഡന്റിഫൈ ചെയ്തോ. ഇനി നമ്മൾ നാലാമത്തെ പിക്ചറിലേക്ക് പോകുന്നു. ബില്ലിയാണ്, ബില്ലി. യെസ്, ഒരു ഡൗട്ടും ഇല്ലാതെ എല്ലാ മക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു, ബില്ലി എന്താണ്, പാൽത്തു ജാൻവറാണ്, ഒരു വളർത്തു മൃഗമാണ്, കാറ്റ് എന്നുള്ളത്. സെറ്റായോ? അപ്പൊ ഗായ്, ഖർഗോശ് ഓർ ബില്ലി പാൽത്തു ജാൻവർ ഹേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജംഗലി ജാൻവറിലേക്ക് പോകുമ്പോൾ അവസാനത്തെ അഞ്ചാമത്തെ പിക്ക് ഏതാണ്? മാനാണ്, ഹിരൺ. നോ ഡൗട്ട്, ഹിരൺ എയിലാണ് വരുന്നത്. യെസ്, ഹിരൺ വരുന്നത് എയിലാണ് മക്കളെ, ഹിരൺ വരുന്നത് എയിലാണ്. യെസ്, ഹിരൺ നമുക്ക് വരുന്നത് ജംഗലി ജാൻവറിലാണ് ഡീർ വരുന്നത്, ഹിരൺ. അങ്ങനെയാണെങ്കിൽ അവസാനമായി നീണ്ട തലയുള്ള കഴുത്തുള്ള ഒരാളെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. ജിറാഫാണ്. ആ ജിറാഫും നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് എഴുതാം, ജംഗലി ജാൻവറിൽ എഴുതാം. സെറ്റാണോ മക്കളെ? യെസ്, ജിറാഫിനെ നമ്മൾ എഴുതി. യെസ്, ജംഗലി ജാൻവറിൽ എഴുതി. സെറ്റായോ? 6 മൃഗങ്ങളെ നമ്മൾ പഠിച്ചു. എൻ്റെ മക്കൾ മുമ്പ് പഠിച്ചത് ഒരിക്കൽ കൂടി നമ്മൾ ബേസിക് ക്ലാസ്സിലൂടെ റിവൈൻഡ് ചെയ്തു. ശേഷം പാൽത്തു ജാൻവർ ഓർ ജംഗലി ജാൻവർ എന്ന് തരംതിരിച്ചു. 6 മൃഗങ്ങളെ 2 തരത്തിൽ തരംതിരിക്കുകയും അത് പഠിക്കുകയും എൻ്റെ മക്കൾ ഈ വീഡിയോയോട് കൂടി ക്ലിയർ ആക്കി. ഒരു മക്കൾക്കും ഡൗട്ട് ഇല്ല എന്ന് മാഷ് വിശ്വസിക്കുന്നു. സെറ്റല്ലേ മക്കളെ? റെഡിയല്ലേ? യെസ്, സെറ്റ് ആണെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ഇമോജി, ഫുട്ബോൾ ഇമോജി ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി നമുക്ക് ലൈവ് ഒക്കെ വരാനുണ്ട്. സെറ്റായിട്ട് നമുക്ക് പഠിക്കണം. നിങ്ങളുടെ പുതിയ പുസ്തകമാണ്, അതൊക്കെ നല്ല സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എല്ലാ മക്കളും നല്ല ഹാപ്പിയായി നല്ല എൻജോയ് ചെയ്ത് സ്കൂളിലൊക്കെ പോയി അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും ലൈവുകളിലൊക്കെ കാണാം. മറ്റു വീഡിയോസൊക്കെ ബേസിക് ക്ലാസിന്റെ മറ്റു വീഡിയോസൊക്കെ ആയിട്ട് മാഷ് എന്ത് ചെയ്യും, വീണ്ടും നിങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ വരും. അപ്പൊ എല്ലാ മക്കളും നല്ല സെറ്റ് ആയിരിക്കട്ടെ. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.